ഹായ് ഫ്രണ്ട്സ്, ക്രിസ്മസും ന്യൂ ഇയറും ഒക്കെ ഇങ്ങനെ അടുത്തേക്ക് എത്തിയല്ലേ. അതിനോടൊപ്പം തന്നെ അതിനുശേഷമായിട്ട് നമുക്ക് ഒത്തിരി ഫംഗ്ഷൻസ് വരുന്നുണ്ട്. പള്ളിപ്പെരുന്നാളും അതുപോലെ തന്നെ ഉത്സവങ്ങളുടെ ഒക്കെ ഒരു സീസണാണ്. അപ്പോൾ നമുക്ക് കുറച്ച് പാർട്ടി വെയർ കളക്ഷൻസ്, നമ്മൾ കൂടുതലും പാർട്ടി വെയർ ആയിട്ടുള്ള സാരീസ് ഒക്കെ ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ ചുരിദാർ മെറ്റീരിയലും നമുക്ക് ഈ ഒരു എല്ലാ ഒക്കേഷനിലും നമ്മളിപ്പോൾ സാരി ഉടുത്തൊന്നിരിക്കില്ല. അപ്പോൾ നമുക്ക് കുറച്ച് ഫംഗ്ഷൻ വെയർ ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ചുരിദാർ മെറ്റീരിയൽസിൻ്റെ കളക്ഷൻസ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ കാഷ്വൽ വെയർ കളക്ഷൻസും കാണിക്കുന്നുണ്ട്. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഡിഫറെൻറ്റ് പാറ്റേണിലും ഡിഫറെൻറ്റ് ഫാബ്രിക്കിലേക്ക് 5-6 ഫാബ്രിക്കും പാറ്റേണും ഒക്കെ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. കാഷ്വൽ വെയേഴ്സ് ഉണ്ട്, അതുപോലെ തന്നെ പാർട്ടി വെയേഴ്സ് ഉണ്ട്. അപ്പോൾ ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പിൽ മെസ്സേജ് അയക്കുക. ഷോപ്പ് മലപ്പുറം ജില്ലയിൽ നിലമ്പൂർ ഇടിവനെയാണ്. അതുപോലെ നമ്മുടെ ചാനലിലേക്ക് ഗീവ് അവേ നടക്കുന്നവർ എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കമൻറ്റ് ചെയ്തും പർച്ചേസ് ചെയ്തൊക്കെ എല്ലാവരും ഗീവ് അവേയിലും പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് കണ്ടു തുടങ്ങാം. ഫസ്റ്റ് വൺ വന്നിരിക്കുന്നത് നമുക്ക് കാഷ്വൽ വെയർ ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. നമ്മളിടയ്ക്ക് ചെയ്യുന്ന ഒരു പാറ്റേൺ തന്നെയാണ്. വിചിത്ര സിൽക്കാണ് ഫാബ്രിക് വരിക. ഇതിൻ്റെ യോക്ക് സിമ്പിളായിട്ട് ആ ഒരു ബട്ടൺ കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. ബോട്ടം സെയിം കളർ പ്ലെയിൻ ആയിട്ട് വരും കേട്ടോ. ഒരു സെമി മോഡൽ സിൽക്ക് ഫാബ്രിക്കിലേക്കാണ് ഇതിൻ്റെ ദുപ്പട്ട വന്നിരിക്കുന്നത്. നമ്മൾ അജ്രക്കിലൊക്കെ കാണുന്ന ആ ഒരു ഡിസൈൻ പാറ്റേണിൻ്റെ റിപ്ലിക്കാസ് ഒക്കെ ആയിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ദുപ്പട്ട. ഇതിൻ്റെ റേറ്റ് വരുന്നത് 1095 ആട്ടോ. ഇനി ക്രിസ്മസ് ന്യൂ ഇയർ ഫംഗ്ഷന് ആ ഒരു നമ്മുടെ ഓഫീസിലേക്ക് സെലിബ്രേഷൻസിന് നമുക്ക് ഗിഫ്റ്റ് കൊടുക്കാനൊക്കെ ആണെങ്കിലും പറ്റിയൊരു ഓപ്ഷനാണ്. അടുത്തതിൻ്റെ തന്നെ കളർ ചേഞ്ച് ബ്ലൂവിലേക്കാട്ടോ വന്നിരിക്കുന്നത്. സെയിം പാറ്റേൺ തന്നെയായിരിക്കും. ദുപ്പട്ട നേരത്തെ കണ്ട പോലെ തന്നെ ആ ഒരു അജ്രക് പ്രിന്റിൻ്റെ ഡിസൈൻ പാറ്റേണിലേക്കായിരിക്കും വരിക. ബോട്ടം പ്ലെയിൻ ആയിരിക്കും. 1095 ആണ് റേറ്റ് വന്നിരിക്കുന്നത്. നെക്സ്റ്റ് ഷെയ്ഡ് എന്ന് പറയുന്നത് ഒരു ഗ്രേപ്പ് കളർ ആട്ടോ. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളർ. വിചിത്ര സിൽക്കിൽ എപ്പോഴും നമുക്ക് ചുരിദാർ മെറ്റീരിയൽസും അതുപോലെ എനിക്ക് തോന്നുന്നു കുർത്തീസൊക്കെ ആണെങ്കിൽ നല്ല നല്ല കളേഴ്സ് ഈ ഒരു ഫാബ്രിക്കിലേക്ക് വരാറുണ്ട്. ബോഡി കട്ടിങ് ആയിട്ടുള്ളൊരു ഫാബ്രിക്കുമാണ്. 1095 പ്രൈസിൽ വരുന്ന സൂപ്പർ ആയിട്ടുള്ള കളക്ഷൻസ് ആണ്. നെക്സ്റ്റ് വൺ വന്നിരിക്കുന്നത് ബോട്ടിൽ ഗ്രീൻ ആണ്. പാറ്റേൺ സെയിം തന്നെയാണ് കേട്ടോ. കളറിലെ ഡിഫറൻസ് വരുന്നുള്ളൂ. ഈ ഒരു ഇത്രയും കളേഴ്സിൽ 4-5 ഷെയ്ഡ്സിലേക്കാണ് ഈ ഒരു ഐറ്റം നമുക്ക് വന്നിരിക്കുന്നത്. 1095 പ്രൈസിൽ വരുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഐറ്റംസ്. അടുത്ത് വന്നിരിക്കുന്ന ഒരു ക്രഷ്ഡ് ഫാബ്രിക് ആട്ടോ. നല്ല അടിപൊളിയായിട്ടുള്ളതാണ്. ഇതിന് ചെറിയൊരു ഫംഗ്ഷൻ ആയപ്പോൾ നമുക്ക് വെയർ ചെയ്യാൻ പറ്റിയതാണ്. ഇതിൻ്റെ യോക്കിലേക്ക് ഒരു ചിക്കു കളർ കോമ്പിനേഷൻ നല്ല ഹെവി ആയിട്ട് തന്നെ എംബ്രോയ്ഡറി വർക്ക് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഒരു അപ്പർ ബോഡി പോർഷനിൽ സ്കാറ്റേർഡ് ആയിട്ട് സെയിം കളർ തന്നെ എംബ്രോയ്ഡറി വർക്ക് കൊടുക്കും. ബോട്ടം പ്ലെയിൻ ആയിരിക്കും. ഇതിനെ നമ്മുടെ പാർട്ടി വെയർ ആക്കുന്നതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ആ ഒരു ദുപ്പട്ടയാട്ടോ. സെയിം ഫാബ്രിക്കിൽ തന്നെ ഫുള്ള് വർക്കോട് കൂടിയിട്ടാണ് ദുപ്പട്ട വരുന്നത്. ഇതിൻ്റെ സൈഡൊക്കെ ആണെങ്കിലും നല്ല ഫിനിഷിങ്ങിൽ ആ ഒരു എംബ്രോയ്ഡറി വർക്ക് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് 1395 ആണ്. ഇനി ഇതിലും നമുക്ക് 4 ഷെയ്ഡാണ് വന്നിരിക്കുന്നത്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു മെറൂണിൻ്റെ ഷെയ്ഡ്, ഒരു ചെറിയ വൈൻ ടച്ച് വരുന്നൊരു മെറൂണാട്ടോ. നല്ല ഭംഗിയുള്ളൊരു കളറാണ്. സ്റ്റിച്ച് ചെയ്ത് വെയർ ചെയ്ത് കഴിയുമ്പോൾ നല്ല ഭംഗി. പിന്നെ നേരത്തെ പറഞ്ഞല്ലോ ഫുള്ള് വർക്ക് വരുന്ന ആ ഒരു ദുപ്പട്ട തന്നെയാണ് ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. അതുപോലെ എൻ പോർഷനിൽ ഇതുപോലെ ടാസിൽസ് ഒക്കെ അറ്റാച്ച്ഡ് ആണ്. ബോട്ടം പ്ലെയിൻ ആയിരിക്കും. 1395 ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. അടുത്ത ഷെയ്ഡ് നോക്കിക്കുക, ഒരു ഗ്രേപ്പ് ടോൺ ആണ് വന്നിരിക്കുന്നത്. 4 ഷെയ്ഡ്സ് ഒന്നിനൊന്നിന് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളതാണ്. അതുപോലെ തന്നെ ഡാർക്ക് ചാർട്ടിലേക്ക് വന്നിട്ടുള്ളത് കൊണ്ട് തന്നെ ഫോട്ടോസിനും വീഡിയോസിനും ഒക്കെ നല്ല ഭംഗിയും കിട്ടും. സെമി പാർട്ടി വെയർ ഒക്കെ ആയിട്ടാണെങ്കിലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ അടിപൊളിയായിട്ടുള്ളൊരു കളക്ഷൻ. അടുത്തതിൻ്റെ ഒരു ഗ്രീൻ കളറാണ്. ശരിക്കും ഒരു പീക്കോ ഗ്രീൻ ആ ഒരു ഷെയ്ഡിലേക്കായിട്ട് വരാം. എല്ലാത്തിലും ഈ ഒരു കോമ്പിനേഷൻ ചിക്കു കളറിൽ തന്നെയാണ് എംബ്രോയ്ഡറി വർക്ക് വരിക. ആ ഒരു സെയിം കളർ ഫുള്ള് വർക്കോട് കൂടിയിട്ടാണ് ഈ ഒരു ദുപ്പട്ട വരിക. ഇതിൻ്റെ റേറ്റ് വരുന്നത് 1395. അടുത്ത നമ്മുടെ ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ളൊരു ഫാബ്രിക്കാണ് മൽച്ചന്തേരി എന്ന് പറഞ്ഞാൽ. ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ളൊരു ഫാബ്രിക്കാണ്. അതിൽ തന്നെ ചിക്കൻകാരി വർക്ക് എപ്പോഴും എവർഗ്രീൻ ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന ഒരു ഡിസൈൻ പാറ്റേൺ അല്ലെങ്കിൽ എംബ്രോയ്ഡറി ചിക്കൻകാരി വർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു മൽച്ചന്തേരി ഫാബ്രിക്കിലേക്ക് ചിക്കൻകാരി വർക്ക് കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പാർട്ടി വെയർ സ്യൂട്ടാണ്. ഇതിൽ അൺസ്റ്റിച്ചഡ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. യോക്കിൽ അതുപോലെ തന്നെ നമ്മുടെ ഫ്രണ്ട് പോർഷനിലും ചിക്കൻകാരി വർക്ക് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെയും ബോട്ടം സെയിം കളർ പ്ലെയിൻ ആയിട്ടാണ് വന്നിരിക്കുന്നത്. സെയിം ഫാബ്രിക്കിൽ തന്നെയാണ് ഇതിൻ്റെ ദുപ്പട്ട വരിക. ദുപ്പട്ടയുടെ സൈഡ്സ് ഒക്കെ ആണെങ്കിൽ സ്കാലപ്പ് വർക്കും അതിനോടൊപ്പം തന്നെ എംബ്രോയ്ഡറി വർക്കും കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. വൺ സൈഡിലേക്ക് നല്ല ഹെവി ആയിട്ട് തന്നെ എംബ്രോയ്ഡറി വർക്ക് വരുന്നുണ്ട്. സ്കാറ്റേർഡ് ആയിട്ടും ആ ഒരു എംബ്രോയ്ഡറി വർക്ക് തന്നെയാട്ടോ വന്നിരിക്കുന്നത്. ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ളൊരു ഫാബ്രിക്കിലേക്കാണ് വന്നിരിക്കുന്നത്. ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് 1980 ആണ്. നെക്സ്റ്റ് ഇതിൻ്റെ ഷെയ്ഡ്സുകളാണ്. ഇതും 4-5 ഷെയ്ഡ്സിലേക്കാണ് വരിക. ഇതെന്ന് പറഞ്ഞാൽ ഒരു സ്റ്റാൻഡേർഡ് ടോൺ ആട്ടോ. ഒരു മെറ്റാലിക് ഷെയ്ഡ് എന്നൊക്കെ പറയാൻ പറ്റും. ഒരു വൈറ്റ് കളർ കോമ്പിനേഷനിലാണ് ഇതിലെ ചിക്കൻകാരി വർക്കുകൾ കൊടുത്തിരിക്കുന്നത്. ഇവർക്ക് നല്ല ഹെവി ആയിട്ട് തന്നെ വരുന്നുണ്ട്. ബോട്ടം പ്ലെയിൻ ആയിരിക്കും. ദുപ്പട്ടയുടെ സൈഡ്സും ഇതുപോലെ തന്നെ ചിക്കൻകാരി വർക്ക് വരും. സ്കാറ്റേർഡ് ആയിട്ടും ആ ഒരു വർക്ക് തന്നെയാട്ടോ വന്നിരിക്കുന്നത്. 1980 പ്രൈസിൽ വന്നിരിക്കുന്നു. അത് നെക്സ്റ്റ് ഷെയ്ഡ് വന്നിരിക്കുന്നത് ലാവൻഡർ ആണ്. ഇപ്പോൾ നേരത്തെ കാണിച്ചില്ലെല്ലാം തന്നെ നമുക്ക് ഡാർക്ക് കളേഴ്സ് മാത്രമായിരുന്നു ആ ഒരു ചുരിദാർ മെറ്റീരിയൽസിലൊക്കെ വന്നിരുന്നത്. ഇതിലാണെങ്കിൽ പേസ്റ്റ് ചാർട്ടും വന്നിട്ടുണ്ട്. നല്ല ഒരു സ്റ്റാൻഡേർഡ് ലുക്ക് വരാൻ പറ്റുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളക്ഷൻസ് ആണ്. ഔട്ട്ലുക്ക് വരുന്നത് ഇതുപോലെ. 1980 ആണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. ഇത് 4 ഷെയ്ഡിലേക്കാട്ടോ വന്നിരിക്കുന്നത്. നെക്സ്റ്റ് ഷെയ്ഡ് എന്ന് പറയുന്ന ആ ഒരു പിങ്കിലാണ് വന്നിരിക്കുന്നത്. വൈറ്റ് കോമ്പിനേഷൻ വരുന്ന ചിക്കൻകാരി വർക്ക്. നമ്മൾ കണ്ട പോലെ തന്നെ
ചിക്കൻ കറി വർക്കും അതുപോലെ തന്നെ സ്കാലപ്പ് വർക്കും ചെയ്ത് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്ന ദുപ്പട്ട 1980 റേറ്റിലേക്ക് വരും. നെക്സ്റ്റ് വൺ വന്നിരിക്കുന്നത് ഒരു ക്രഷ്ഡ് ഫാബ്രിക്കിലേക്കാണ്. ഇത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു ഫാബ്രിക്കാണ്. ഇതിലെ കളർ 2 ടോൺ പോലെ ഒരു ഗ്രീനും ബ്ലൂൻ്റെയും കൂടി ഒരു ഷെയ്ഡ് വരുന്നുണ്ട്. എല്ലാം ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഫാബ്രിക്ക്. അതുപോലെ തന്നെ ഇതിൽ നമ്മുടെ എല്ലാവരുടെയും ഒരു എന്താ പറയുക സ്റ്റാൻഡേർഡ് ലുക്ക് കിട്ടും. പ്രത്യേകിച്ച് ചർച്ച് വെയർ അങ്ങനത്തെയുള്ള ഫംഗ്ഷൻസിനൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ ഇഷ്ടമുള്ളതാണ് ഈ ഒരു കട്ട് വർക്ക്, പ്രത്യേകിച്ച് സാരീസിൽ. അപ്പോൾ അത് തന്നെ എല്ലാത്തിലും ഞാൻ പറഞ്ഞില്ല, നേരത്തെ പറഞ്ഞ പോലെ തന്നെ എല്ലാ ഒക്കേഷനിലും നമ്മൾ സാരി വെയർ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ആ ഒരു സാരി വെയർ ചെയ്യുന്ന ഒരു സ്റ്റാൻഡേർഡ് ലുക്ക് തരാൻ പറ്റുന്ന ചുരിദാർ മെറ്റീരിയൽസ് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് വൺ വന്നിരിക്കുന്നത് ഇതുപോലെ ഒക്കെ നല്ല ഹെവി ആയിട്ട് എംബ്രോയ്ഡറി വർക്കും അതിനോടൊപ്പം തന്നെ കട്ട് വർക്കും കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ദുപ്പട്ടയും അതുപോലെ തന്നെ ആ ഒരു കട്ട് വർക്കിലാട്ടോ വന്നിരിക്കുന്നത്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ദുപ്പട്ട, ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള ദുപ്പട്ടയാണ്, ഒതുങ്ങിയൊക്കെ നിൽക്കുന്നത് തന്നെയാണ്. സൈഡ്സ് സ്കാലപ്പ് വർക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ആ ഒരു യോക്കിൽ വന്ന കളർ കോമ്പിനേഷനിൽ എംബ്രോയ്ഡറി വർക്കും കട്ട് വർക്കും കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 2250 കേട്ടോ. ഫംഗ്ഷൻ വെയറൊക്കെ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളക്ഷൻസ് ആണ്. നെക്സ്റ്റ് വൺ വന്നിരിക്കുന്ന ഒരു മസ്റ്റാർഡ് ആൻഡ് ഗോൾഡൻ ടച്ച് കോമ്പിനേഷനിലേക്കാണ്. ഇതിൻ്റെയൊക്കെ ബോട്ടം സെയിം കളർ പ്ലെയിൻ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അതുപോലെ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ യോക്കിലേക്ക് ഇതുപോലെ കട്ട് വർക്കും എംബ്രോയ്ഡറി വർക്കും വരും. ദുപ്പട്ട വന്നിരിക്കുന്നത് ഇതുപോലെ സ്കാലപ്പ് വർക്കും എംബ്രോയ്ഡറി വർക്കും കൊടുത്ത് അതിനോടൊപ്പം തന്നെ കട്ട് വർക്കും വരുന്നുണ്ട് കേട്ടോ. ഒരു സ്റ്റാൻഡേർഡ് ലുക്ക് ആയിരിക്കും ഇതൊക്കെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ. ബോട്ടം പ്ലെയിൻ 2250 ആണ് പ്രൈസ് വരുന്നത്. അടുത്ത പേസ്റ്റൽ ഗ്രീൻ ആണ്. പേസ്റ്റൽ ഗ്രീൻ എനിക്ക് തോന്നുന്നു എപ്പോഴും ഒരു സ്റ്റാൻഡേർഡ് ലുക്ക് തരാൻ പറ്റുന്നുണ്ടെന്ന് തോന്നുന്നു. ഈ ഒരു പേസ്റ്റൽ ഗ്രീൻ ചാപ്റ്ററിൽ പ്രത്യേകിച്ച് സാരീസൊക്കെ ഞാൻ ഹൈ എൻക്വയറിയാണ്. ഈ ഒരു കട്ട് വർക്ക് എനിക്ക് തോന്നുന്നു ഈ കട്ട് വർക്ക് വരുന്ന മോഡൽസിലൊക്കെ ആയിട്ട് എനിക്ക് തോന്നുന്ന സാരീസിന് ഏറ്റവും കൂടുതൽ എൻക്വയറി ഈ ഒരു ഷെയ്ഡിനുണ്ട്. അപ്പോൾ ആ ഒരു പാറ്റേണിൽ തന്നെ നമ്മുടെ എംബ്രോയ്ഡറി വർക്കും കട്ട് വർക്കും ഒക്കെ ആയിട്ട് ചുരിദാർ മെറ്റീരിയലോട് വന്ന സൂപ്പർ ലുക്കായിരിക്കും അല്ലേ. 2250 പ്രൈസ് വരുന്നത്. നെക്സ്റ്റ് ഷെയ്ഡ് വന്നിരിക്കുന്നത് ലാവൻഡർ ആണ്. പാറ്റേൺ സെയിം തന്നെയാണ്, ഒരു ക്രഷ്ഡ് ഫാബ്രിക് ആണ് വന്നിരിക്കുന്നത്. അതിൽ തന്നെ ബ്യൂട്ടിഫുൾ ആയിട്ട് മൾട്ടി കളർ പിങ്കും പീച്ചിൻ്റെ ഒക്കെ ഒരു കോമ്പിനേഷനിൽ എംബ്രോയ്ഡറി വർക്ക് വരും. ഇതിൻ്റെ എല്ലാം ബോട്ടം പ്ലെയിൻ ആയിരിക്കും. ദുപ്പട്ട വരുന്നത് അതുപോലെ. റേറ്റ് 2250. നെക്സ്റ്റ് വൺ വന്നിരിക്കുന്നത് ഒരു പിങ്ക് ടോണിലേക്കാണ്. സെയിം പാറ്റേൺ തന്നെയാട്ടോ വരിക. ഇതൊക്കെ ആ ഒരു കട്ട് വർക്കും എംബ്രോയ്ഡറി വർക്കും കുറിച്ച് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. ദുപ്പട്ട ബോട്ടം അവൈലബിൾ ആണ്. അതുപോലെ സെയിം കളറിലേക്ക് വരും. സ്കാലപ്പ് വർക്കും കട്ട് വർക്കും വെച്ച് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്ന ദുപ്പട്ട 2250 ആണ് റേറ്റ് വരുന്നത്. അടുത്തത് വീണ്ടും നമ്മുടെ നേരത്തെ നമ്മൾ ആ ഒരു പറഞ്ഞ ഫാബ്രിക്, അതായത് മൽച്ചന്തേരി ഫാബ്രിക്. ഇപ്പോഴത്തെ ഒരു ട്രെൻഡിങ് ഫാബ്രിക് ആണ് ഈ ഒരു മൽച്ചന്തേരി എന്ന് പറഞ്ഞാൽ. എനിക്കൊന്ന് അതിൻ്റെ ഒരു സോഫ്റ്റ്നെസ്സും ആ ഒരു കൂളിങ്ങും ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ ആയിരിക്കും നമ്മൾ ഒത്തിരിയേറെ ഈ ഒരു ഫാബ്രിക്കിനെ എല്ലാവരും കസ്റ്റമേഴ്സ് ഇഷ്ടപ്പെടുന്നത്. ഇത് ഫസ്റ്റ് വൺ വന്നിരിക്കുന്നത് നല്ലൊരു ഷെയ്ഡ് കേട്ടോ, ഒരു റസ്റ്റി ചോക്ലേറ്റ് ബ്രൗൺ ആ ഒരു കോമ്പിനേഷൻ വന്നിരിക്കുന്ന ഷെയ്ഡാണ്. ഇതിൻ്റെ അപ്പർ പോർഷൻ ഫുള്ളായിട്ട് എംബ്രോയ്ഡറി, ചെറിയ ചെറിയ ഫ്ലോറൽ എംബ്രോയ്ഡറി വർക്കാണ്. നല്ല ലെങ്ത്തും വിട്ടിലും ആട്ടോ വന്നിരിക്കുന്നത്. ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ ആ ഒരു ലോവർ പോർഷനിലേക്ക് ഇതുപോലെ നല്ല തിക്ക് ഇപ്പോഴത്തെ ട്രെൻഡിങ് ആണ് നമ്മൾ ആപ്ലിക് വർക്ക് എംബ്രോയ്ഡറി വർക്കുമായിട്ട് വരുന്നത്. അപ്പോൾ നമ്മുടെ സാരീസിലൊക്കെ ഇതിൻ്റെ തന്നെ ഡിഫറെൻറ്റ് പാറ്റേൺസ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു സെയിം പാറ്റേണിൽ തന്നെയാണ് ഈ ഒരു എംബ്രോയ്ഡറി വർക്ക് വരുന്ന സാരി ചുരിദാർ മെറ്റീരിയൽസ് നല്ല ലെങ്ത്തും വിഡ്ത്തിലേക്കാണ് വന്നിരിക്കുന്നത്. അതുപോലെ ഇതിൻ്റെ ദുപ്പട്ട വന്നിരിക്കുന്നതും എല്ലാ ഫംഗ്ഷൻ വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പാറ്റേൺ, നല്ല ലെങ്ത്ത് വിഡ്ത്ത് വരുന്നുണ്ട്. രണ്ട് സൈഡ് സാധാരണയായിട്ട് ദുപ്പട്ട എപ്പോഴും നമുക്ക് വൺ സൈഡിലേക്കായിരിക്കും ആ ഒരു എംബ്രോയ്ഡറി വർക്ക് വരുന്നെങ്കിൽ ഇതിൻ്റെ രണ്ട് സൈഡിലേക്കും ആപ്ലിക് വർക്കും സ്കാലപ്പ് വർക്കും എടുത്തിട്ടുണ്ട്. എൻ പോർഷനിലാണെങ്കിൽ ചെറിയൊരു ലേസ് വർക്കും സ്കാറ്റേഡ് ആയിട്ട് ആ ഒരു എംബ്രോയ്ഡറി വർക്കും വരുന്നുണ്ട്. ഇതിൻ്റെ ബോട്ടം വന്നിരിക്കുന്നത് സെയിം കളർ പ്ലെയിൻ ആയിട്ടാണ്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 2250. നെക്സ്റ്റ് ഇതിൻ്റെ കളേഴ്സാണ് കാണിക്കുന്നത്. ഒരു ബ്ലൂവിൻ്റെ ഒക്കെ ഷെയ്ഡാണ്. എന്നത് എല്ലാം നല്ല ലെങ്ത്തും വിഡ്ത്തിലേക്കാട്ടോ വന്നിരിക്കുന്നത്. എൻ്റെ ഒരു ഫുൾ ലെങ്ത്ത് എന്ന് പറഞ്ഞ പോലെ വരുന്നുണ്ട്. അപ്പം ഹൈറ്റും വെയിറ്റും ഉള്ള ആൾക്കാർക്കൊക്കെയാണ് സ്റ്റിച്ച് ചെയ്യാൻ പാകത്തിന് ലെങ്ത്തും വിഡ്ത്തും വരുന്നുണ്ട്. ആ ഒരു ആപ്ലിക് വർക്ക് ആട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമായത്. കാരണം ഇപ്പോഴത്തെ നമ്മുടെ സാരീസിലെ ട്രെൻഡിങ് ആണ് ഈ ഒരു ആപ്ലിക് വർക്ക് വരുന്നത്, എംബ്രോയ്ഡറി വർക്കും ആപ്ലിക് വർക്കും കൂടെ വരുന്നത്. അതിൻ്റെ ആ ഒരു സെയിം പാറ്റേൺ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇന്നത്തെ കളക്ഷൻസ് എല്ലാം തന്നെ സാരി വെയർ ചെയ്യുന്ന ഒരു എലഗൻ ലുക്ക് നമുക്ക് തരാൻ പറ്റുന്ന ചുരിദാർ മെറ്റീരിയൽസ് ആണ്. ബോട്ടം പ്ലെയിൻ ആയിരിക്കും. 2250 പ്രൈസിലേക്കാണ് വന്നിരിക്കുന്നത്. നെക്സ്റ്റ് ഇതിൻ്റെ തന്നെ ഒരു ഡാർക്ക് പിങ്ക് ടോണിലേക്കാണ് വന്നിരിക്കുന്നത്. സെയിം പാറ്റേൺ ആട്ടോ, കളറിലെ മാത്രമാണ് ഡിഫറൻസ് വരുന്നത്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിൻ്റെയൊക്കെ ആ ഒരു ഹെം ഏരിയയാണ് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത്. 2250 പ്രൈസ് വരുന്നത്. ഇതും 5-6 ഷെയ്ഡ്സിലേക്ക് വരുന്നുണ്ട്. ലാവൻഡർ ഷെയ്ഡാണ് നെക്സ്റ്റ് വൺ വന്നിരിക്കുന്നത്. ഈ ഒരു സെയിം പാറ്റേൺ ചെറിയ ചെറിയ ഫ്ലോറൽ എംബ്രോയ്ഡറി വർക്കാണ് അപ്പർ പോർഷനിൽ വരിക. ഹെമ്മേരിയും അതുപോലെ തന്നെ ദുപ്പട്ടയിലേക്ക് ആട്ടോ ആ ആപ്ലിക് വർക്കിൻ്റെ റിച്ച്നെസ് കാണാൻ പറ്റുന്നത്. അതുപോലെ നല്ല ലെങ്ത്തും വിഡ്ത്തും വരുന്ന ദുപ്പട്ടയാണ് ഇതിൻ്റെ കൂടെ പെയർ ചെയ്തിരിക്കുന്നത്. 2250 റേറ്റിലേക്ക് വരും. ഈ ഒരു ഷെയ്ഡൊക്കെ നല്ല ഭംഗിയാട്ടോ, ഗോൾഡൻ ടച്ച് വരുന്നതാണ്. ഒരു യെല്ലോയിലേക്ക് ഒരു ഗോൾഡൻ ടച്ച് ഇവിടെ വരുന്നത്. ഞാൻ ഫോൾഡ് ചെയ്തിരിക്കുന്നതാണ്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മെറ്റീരിയലും അതുപോലെ തന്നെ ആ ഒരു ആപ്ലിക് വർക്കും എംബ്രോയ്ഡറി വർക്കും ആയിട്ട് വരും. എല്ലാത്തിൻ്റെയും ബോട്ടം സെയിം കളർ പ്ലെയിൻ ആയിട്ട് വരും.
2250 റേറ്റിലേക്കാണ് വന്നിരിക്കുന്നത്. ഈ ഒരു ഷെയ്ഡൊക്കെ നല്ലൊരു സ്റ്റാൻഡേർഡ് ഷെയ്ഡാട്ടോ. നല്ലൊരു എന്താ പറയുക, പിങ്കിൻ്റെയൊക്കെ ഒരു ഷെയ്ഡിലേക്ക് തന്നെയാണ്. പിങ്കും മെറൂണും ഒക്കെ കൂടെ ഒരു മിക്സ് വരുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഷെയ്ഡ് ഔട്ട്ലുക്ക് വരുന്നത്. അതുപോലെ ഇതും 2250 പ്രൈസിലേക്കാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത്. നെക്സ്റ്റ് വൺ വന്നിരിക്കുന്നത് വീണ്ടും ഒരു ക്രഷ്ഡ് ഫാബ്രിക്കിലേക്കാണ്. ഇതും എംബ്രോയ്ഡറി വർക്ക് വെച്ച് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ആ ഒരു നെക്ക് പോർഷൻ ഒരു വി നെക്ക് പാറ്റേണിലേക്കാണ് വരുന്നത്. ഇതിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ആപ്ലിക് വർക്കാണ് ഈ ഒരു നെക്ക് പോർഷനിലേക്ക് കൊടുത്തിരിക്കുന്നത്. എംബ്രോയ്ഡറി വർക്ക് വരുന്നുണ്ട്. ഒരു വി നെക്ക് പാറ്റേണിലേക്ക് നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ പാകത്തിനാണ് ഇതിൻ്റെ ആ ഒരു മെറ്റീരിയൽ വന്നിരിക്കുന്നത്. നേരത്തെ നമ്മൾ കണ്ട മെറ്റീരിയലിൽ അല്ലെങ്കിൽ ചുരിദാർ സ്യൂട്ട്സിൽ, അൺസ്റ്റിച്ചഡ് സ്യൂട്ട്സിൽ അതിൻ്റെ ആ ഒരു എന്താ പറയുക ഹെം ഏരിയയിലായിരുന്നു ആപ്ലിക് വർക്ക് വെച്ച് ഹൈലൈറ്റ് ചെയ്തിരുന്നെങ്കിൽ ഇതിൻ്റെ ആ ഒരു നെക്ക് പോർഷനാണ് ആ ഒരു ആപ്ലിക് വർക്ക് വരിക. ഓൾ ഓവർ ബോഡി പോർഷനിലേക്ക് ഇതുപോലെ സെയിം കളർ തന്നെ എംബ്രോയ്ഡറി വർക്ക് വരും. അതുപോലെ തന്നെ ഇതിൻ്റെ ദുപ്പട്ട നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ആ ഒരു ക്രഷ്ഡ് ഫാബ്രിക്കിൽ തന്നെയാണ് ദുപ്പട്ട വരുന്നത്. ഇതിലും കട്ട് വർക്ക് വരുന്നുണ്ട് വൺ സൈഡിലേക്ക്. അതിനോടൊപ്പം തന്നെ ഈ ഒരു എംബ്രോയ്ഡറി വർക്ക് കൊടുത്ത് വൺ സൈഡ് നല്ല റിച്ച് ആക്കിയിട്ടുണ്ട്. ചെറിയ ചെറിയ ഫ്ലോറൽ എംബ്രോയ്ഡറി വർക്ക് ടോൺ ടു ടോൺ ഷെയ്ഡിലേക്ക് ദുപ്പട്ടയിൽ വരും. സൈഡ്സ് സ്കാലപ്പ് വർക്ക് കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. ബോട്ടം പ്ലെയിൻ ആയിരിക്കും. ഇതിൻ്റെ റേറ്റ് വരുന്നത് 2250. നെക്സ്റ്റ് വൺ വന്നിരിക്കുന്നത് ഒരു നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ലൈറ്റ് യെല്ലോയാണ്. ചെറിയൊരു ഗോൾഡൻ ടച്ച് വരുന്നുണ്ട്. ഇതിൻ്റെ കളേഴ്സൊക്കെ ആണെങ്കിലും ഇതൊക്കെ നിങ്ങൾക്ക് ഇങ്ങനെ കാണുമ്പോഴത്തേക്കാ ഭംഗിയായിരിക്കട്ടെ. എന്തായാലും സ്റ്റിച്ച് ചെയ്ത് വയർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടല്ലോ. ഒരു ക്രഷ്ഡ് ഫാബ്രിക് ആണെങ്കിൽ പോലും നന്നായിട്ട് ഒതുങ്ങിയിരിക്കുന്നതാണ്. ബോഡി ഹഗിങ് ആയിട്ടുള്ള ആ ഒരു ഫാബ്രിക് തന്നെയാണ്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നെക്ക് ആപ്ലിക് വർക്കും ഇപ്പോഴത്തെ ആ ഒരു ട്രെൻഡിന് ചേരുന്ന ഐറ്റംസ് ആണ്. ഏറ്റവും ലേറ്റസ്റ്റ് കളക്ഷൻസ്, അതായത് ന്യൂ ഇയർ ക്രിസ്മസ് സ്പെഷ്യൽ കളക്ഷൻ എന്ന് തന്നെ പറയാൻ പറ്റുന്ന ഐറ്റംസ് ആണ് 2250 പ്രൈസിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. അടുത്ത വരുന്നത് ഇതിൻ്റെ തന്നെ ഗ്രീനാണ് ഷെയ്ഡ് വന്നിരിക്കുന്നത്. പാറ്റേൺ സെയിം ആയിട്ട് തന്നെ ഈ ഒരു വി പാറ്റേൺ, അതിൽ കട്ട് വർക്ക് ഉണ്ടാവും, ആപ്ലിക് വർക്ക് വരുന്നുണ്ട്. ഇതിൻ്റെയൊക്കെ ദുപ്പട്ടാണ് എന്ത് ഭംഗിയാന്ന് നോക്കിക്കുക. നല്ല കളറും അതിനോടൊപ്പം തന്നെ ആ ഒരു ആപ്ലിക് വർക്കൊക്കെ വന്നിട്ട് കിടിലൻ ലുക്ക്, സ്റ്റാൻഡേർഡ് എന്താ പറയുക, ഇപ്പോഴത്തെ ആ ട്രെൻഡിനനുസരിച്ച് നമുക്ക് മൂവ് ചെയ്യാൻ പറ്റുന്ന അടിപൊളിയായിട്ടുള്ള കളക്ഷൻ. ഇവൻ നമുക്കൊരു ഫംഗ്ഷന് വേണമെങ്കിൽ പോലും നന്നായിട്ട് എന്താ പറയുക ഒരു റിച്ച് ലുക്കിൽ തന്നെ വെയർ ചെയ്യാൻ പറ്റുന്ന ഐറ്റംസ് ആട്ടോ. അത് നമ്മുടെ ആ ഒരു ഷേപ്പിനൊക്കെ അനുസരിച്ച് സ്റ്റിച്ച് ചെയ്തെടുത്ത് തന്നെ സൂപ്പറായിരിക്കും. 2250 പ്രൈസിലേക്കാണ് കൊണ്ടുവന്നിരിക്കുന്നത്. പിന്നെ നമ്മൾ എപ്പോഴും കൊണ്ടുവരുന്നതാണ് ക്രൈപ്പ്. ക്രൈപ്പ് എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും എന്തേ ക്രൈപ്പിന് ഇത്ര ലേറ്റായി ലാസ്റ്റ് കാണിച്ചത്. പക്ഷേ ഈ ഒരു ക്രൈപ്പ് ഉണ്ടല്ലോ കുറച്ച് സ്പെഷ്യലാണ്. കാരണം സാധാരണയായിട്ട് നമ്മൾ ക്രേപ്പിൽ കാണിക്കാറെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബാത്തി പ്രിൻറ്റിൻ്റെ ഡിസൈൻ പാറ്റേൺ ആയിരിക്കും. ഈ ഒരു ക്രേപ്പ് എന്ന് പറഞ്ഞാൽ ഇതിലേക്ക് വന്നിരിക്കുന്ന ചിക്കൻകാരി വർക്കാട്ടോ. ഇതും പറഞ്ഞ പോലെ ഫുൾ ലെങ്ത്തിൽ എനിക്ക് വരുന്നുണ്ട്. ഈ ഒരു യോക്കിൽ നല്ല ഹെവി ആയിട്ടൊരു ബ്ലാക്കിൽ ബ്ലൂവിൻ്റെ കോമ്പിനേഷനിൽ ചിക്കൻകാരി വർക്ക് വരും. ഫ്രണ്ടിൽ സ്കാറ്റേഡ് ആയിട്ടും ചിക്കൻകാരി വർക്കാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ആ ഒരു ദാമൻ ഏരിയയിലേക്കും ഇതുപോലെ ചിക്കൻകാരി വർക്ക് കൊടുത്ത് റിച്ച് ലുക്കിൽ വന്നിരിക്കുന്നൊരു ക്രേപ്പ് ജോർജറ്റ്. അപ്പോൾ ക്രേപ്പ് ജോർജറ്റ് ഒത്തിരി ആരാധകരുണ്ട്. അപ്പോൾ അതിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് കളക്ഷൻസ് ആയിട്ട് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിച്ചിരിക്കുന്നത്. സൂപ്പറായിട്ട് ആ ഒരു ബ്ലാക്കും ബ്ലൂവും കൂടെ കോമ്പിനേഷനിലേക്ക് വരും. ഇതിൻ്റെ ദുപ്പട്ടയും അതുപോലെ തന്നെ ക്രേപ്പ് ജോർജറ്റിൽ തന്നെയാണ് വന്നിരിക്കുന്നത്. സൈഡ്സൊക്കെ നല്ല ഹെവി ആയിട്ട് തന്നെ ചിക്കൻകാരി വർക്ക് കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. സ്കാറ്റേഡ് ആയിട്ടും ചിക്കൻകാരി വർക്ക് തന്നെയാണ്. 4 ബോർഡേഴ്സിലേക്കും ചിക്കൻകാരി വർക്ക് കൊടുത്തിരിക്കുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ദുപ്പട്ട. ബോട്ടം ബ്ലാക്ക് കളർ പ്ലെയിൻ. 2980 ആണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. അപ്പോൾ ഇതിലേതെങ്കിലുമൊക്കെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പിൽ മെസ്സേജ് അയയ്ക്കുക. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പർച്ചേസ് ചെയ്യുക, ഗീവ് അവേയിലും പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. താങ്ക് യു.